എന്റെ ക്യാബിനെങ്ങാനും ശരിയായി കഴിഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് പറയായിരുന്നു. സാർ ഇവിടെ തന്നെ ഇരുന്നാ മതി. എന്നാലേ എല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് അറിയാനും കിട്ടാനുള്ളത് മേടിക്കാനും ഒക്കെ പറ്റുള്ളൂ. നിർത്തേ പോ. സാറേ സാറേ എന്താണോ എനിക്ക് ചെവി കേൾക്കാം. എനിക്കൊരു വരുമാന സർട്ടിഫിക്കറ്റ്. നിങ്ങളുടെ വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറുടെ മഞ്ഞത്തേക്ക് കയറിയിട്ട് കാര്യമുണ്ടോ? അല്ല സാറേ, തൊഴിലിന് നിങ്ങൾ ആദ്യം പോയി അക്ഷയയിൽ നിന്ന് മറ്റേ അപ്ലിക്കേഷൻ ഒക്കെ ഉണ്ട്, അതൊക്കെ വാങ്ങിയിട്ട് ഫില്ല് ചെയ്തിട്ട് കൊണ്ടുപോവാ. എന്നിട്ട് ഞാനത് ശരിയാണെങ്കിൽ ഞാൻ സീൽ വെച്ച് തരാം. സാറേ, അക്ഷയ ചെന്നിരുന്നു. എന്റെ പൊന്നു സുഹൃത്തെ, എനിക്കിവിടെ ജോലി ഒരുപാടുണ്ടെന്ന് ഈ പറഞ്ഞ മനസ്സിലാവാത്തത് എന്താണ്? നിങ്ങളൊന്ന് പോകാമോ? സാറേ, റേഷൻ കാർഡ്. നിങ്ങളുടെ റേഷൻ കാർഡ് പണത്തിന് മേലെ പറന്നും പറക്കില്ല, പണത്തിന് മേലെ പറക്കില്ല. ചില ആളുകൾ എന്താണെന്നറിയോ, ഇതൊന്നുമില്ലാതെ ഇങ്ങോട്ട് വരും. അതാണ് മന്മത സാർ. ആ ഇൻകം സർട്ടിഫിക്കറ്റ് ഇവിടെ ഉണ്ടോ? അല്ല, അത് സാറിന്റെ മേശയിൽ ഉണ്ടാവുമല്ലോ. ആഹാ, ഇവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ എഴുതാൻ പുറത്തവിടെ ആളുകൾ ഇരിപ്പുണ്ട്. അവരെ കൊണ്ട് എഴുതിച്ചിട്ട് വരേണ്ടതാണ്. അപ്പൊ ഞാൻ തന്നെ ചെയ്തു തരാണ്. പുറത്തെ ആളുകൾ പറഞ്ഞ് സാറ് വളരെ ഉപകാരിയാണ്, നല്ല വില്ലേജ് ഓഫീസറാന്ന് പറഞ്ഞു. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക, അത്രേ ഉള്ളൂ. കുടുംബത്തിൽ അംഗസംഖ്യ 5 പേര്. വിദേശത്ത് ജോലിയുള്ള ആളുകളുണ്ടോ? ഒരാളുണ്ട് സാറേ. ആരാത്? എൻ്റെ സുഹൃത്താണ്. നിങ്ങളുടെ സുഹൃത്താണ് ഇതിൽ എഴുതാൻ പറ്റുമോ? അല്ല, ഇടയ്ക്ക് വീട്ടിൽ വരാറുണ്ട്. വേറെ വാടക എല്ലാം അറ്റിനുമാകെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ പൈസ വളരെ കുറച്ച് എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോ എവിടെ സ്റ്റാമ്പ് എടുക്കും? കോട്ടറി സ്റ്റാമ്പ് വേണം. സ്റ്റാമ്പ് മേടിച്ചില്ല സാറേ. മേടിച്ചില്ല അല്ലേ? ഞാൻ മേടിച്ചിട്ട് വേണം. എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ. ഇത്രയേ ഉള്ളൂ പണി. ഇനി സന്തോഷായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇത്രയും നല്ല സാറിനാണ് ആളുകൾ അതും ഇതുമൊക്കെ പറഞ്ഞ കൈക്കൂലിക്കാരനാണ്. അയ്യോ സാറേ, വീട്ടിൽ നിന്ന് വന്നപ്പോ റേഷൻ വാങ്ങാനുള്ളൊരു 300 രൂപ ഇതിൽ ഇരുന്ന് ഇനി ഇവിടെ വല്ലയിടത്തും വീണാന്നാവും. 300 രൂപ ഇതിലിരിപ്പുണ്ടായി. അവിടെ വല്ലയിടത്തും വീണാന്ന് നോക്കി സാറേ. സാറിൻ്റെ അടുത്തപ്പേ ഇല്ല കിടക്കണം. ഇല്ലേ കണ്ട എൻ്റെ സാറേ, റേഷൻ വാങ്ങേണ്ട കാശാണ് സാറേ. കൊണ്ടുപോ. 5-6 കൂടി ഉണ്ടല്ലോ കിടന്നോട്ടെ. തനിക്ക് കിട്ടില്ലേ? റേഷൻ വാങ്ങണ്ടേണ്. അത്